ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ തളിയാപറമ്പ് അമ്പലത്തിലെ ഏഴാം പൂജയാണ്. ചരിത്ര പ്രസിദ്ധമായ കലങ്കരി വഴിപാട് പൂരത്തിന്റെ അന്നും പിന്നെ ഏഴാം പൂജയ്ക്കുമാണ് നടക്കുന്നത്. അമ്മച്ചിമാരൊക്കെ നേരത്തെ തന്നെ കലങ്കരി വഴിപാടിനായി അമ്പലത്തിലെത്തി സ്ഥലം പിടിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പൂരത്തിന്റെ അന്നും നാട്ടിലുള്ളവർ ഏഴാം പൂജയ്ക്കുമാണ് കലങ്കരി വഴിപാട് നടത്താറുള്ളത്. അമ്പലത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് പൊടി നനച്ച് അടയുണ്ടാക്കി അമ്പലമുറ്റത്ത് തന്നെ പുഴുങ്ങി ഭക്തജനങ്ങൾ കലങ്കരി വഴിപാട് ആചരിക്കുന്നു. പൂരത്തിന് തലേ ദിവസങ്ങളിലായി നടക്കുന്ന ചൂട്ടുപടയണിയും പൂരത്തിന്റെ അന്ന് നടക്കുന്ന പകൽപൂരം വരവുമെല്ലാം ഗംഭീര പരിപാടിയാണ്. ചൂട്ട് കത്തിച്ച് കറക്കിയും പടയണിക്ക് കൊട്ടിയും ചുവടുകൾ വെച്ചുമാണ് പടയണി അമ്പലത്തിൽ കയറ്റുന്നത്. എന്നാൽ പകൽപൂരം 2 ചേരിവാരങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ എല്ലാം ഒപ്പം വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ തുള്ളിപ്പൊളിച്ചാണ് പകൽപൂരം അമ്പലത്തിലേക്ക് എത്തിക്കുന്നത്. അമ്പലത്തിൽ നിന്നും തിരികെത്തിച്ച് കലങ്കരി വഴിപാട് ആരംഭിച്ചാൽ പിന്നെ അമ്പലമുറ്റം ആകെ തീയും പുകയും കൊണ്ട് നിറയും. പുക കൊണ്ട് നിൽക്കാൻ പോലും പറ്റാത്ത സമയത്ത് ഇവരെങ്ങനെ ഇത്രയും പുക സഹിച്ച് അടപൊഴുകുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തങ്ങളുടെ കാര്യസിദ്ധിക്കും രോഗശാന്തിക്കുമായി എടുക്കുന്ന വഴിപാടാണ് കലങ്കരി വഴിപാടെന്ന് എന്റെ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇത്തിരി കഷ്ടപ്പാട് ഉണ്ടാവണമല്ലോ. എന്തായാലും അട റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ അടയ്ക്ക് ഒട്ടുക്കത്തെ ടേസ്റ്റ് ആണ്. പൂരത്തിന് മാത്രം കിട്ടുന്ന ടേസ്റ്റ്. ഇന്നത്തെ കലങ്കരി വഴിപാടും വടക്കുപുറത്തെ കുരുതിയും സ്റ്റേജിൽ നടക്കുന്ന നാടകവും കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ പൂരം അവസാനിക്കുകയായി. ഇനി നമുക്ക് അടുത്ത പൂരത്തിനായി കാത്തിരിക്കാം.